ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ വലിയവനായ ദൈവം ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശബ്ദപരിധി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് അവർ വഞ്ചിക്കപ്പെട്ടു. അതിന്റെ ആപ്തവാക്യം തന്നിരിക്കുന്നത്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉൽപ്പത്തി 3:1. ഇന്ന് സൗത്ത് കരോലിനയിൽ താമസിക്കുന്ന ഫ്രാങ്ക് അപ്നേൽ ഒരു സുരക്ഷാ ഉപദേഷ്ടാവാണ്. എന്നാൽ ഏകദേശം 60 വർഷങ്ങൾക്ക് മുൻപ് യുവാവായിരുന്നപ്പോൾ അവനൊരു വഞ്ചന ഒന്നിനു പുറകെ പ്രചരിപ്പിച്ചു. താൻ ഒരു എയർലൈൻ പൈലറ്റും ഒരു ടീച്ചിങ് അസിസ്റ്റന്റുമാണെന്നും ഒരു ഫിസിഷ്യൻ, ഒരു വക്കീലുമാണെന്ന് ആളുകളുടെ ഇടയിൽ ധാരണ ഉണ്ടാക്കി. അവൻ യഥാർത്ഥത്തിൽ ഇവയൊന്നും ആയിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ആളുകൾ എന്നെ കുറിച്ച് എഴുതുമ്പോൾ അവർ സാധാരണയായി ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചകൻ എന്ന തലക്കെട്ടിലായിരിക്കും തുടങ്ങുക. പക്ഷേ അമേരിക്ക ഉൾപ്പെടെ 3 രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിഞ്ഞപ്പോൾ സത്യസന്ധമായ ജീവിതമാണ് മികച്ചതെന്ന് അപ്നേൽ തിരിച്ചറിഞ്ഞു. അപ്നേൽ അതിശയകരമായ ചില വഞ്ചനകൾ പുറത്തെടുത്തപ്പോൾ ചരിത്രത്തിലെ മറ്റൊരു വ്യക്തി സാത്താൻ ലോകത്തിലെ ഏറ്റവും മികച്ച വഞ്ചക രാജാവ് എന്ന പദവിക്ക് അർഹനാണ്. സംസാരിക്കുന്ന ഒരു സർപ്പത്തിന്റെ വേഷത്തിൽ സാത്താൻ ദൈവം വിലക്കിയ ഒരു കാര്യം ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഹവ്വയെ ധൈര്യപ്പെടുത്തി. ഉൽപ്പത്തി 3:4. അവൾ പിന്നീട് ആദാമിനെ പ്രേരിപ്പിച്ചു. വാക്യം 6. ഈ പ്രവൃത്തിയിലാണ് എല്ലാ മനുഷ്യരാശിക്കും അവരുടെ നിഷ്കളങ്കത്വം മാത്രമല്ല നിത്യജീവനും നഷ്ടപ്പെട്ടത്. വാക്യം 22. വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. അത് മനുഷ്യരെ വിശ്വസിപ്പിച്ചു. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ അപ്നേൽ ശ്രമിച്ചതിനേക്കാളും വളരെ വലിയ ഒരു വഞ്ചന സാത്താൻ ചെയ്തു. സോർ രാജാവിന്റെ ഉദാഹരണത്തിലൂടെ സാത്താനെ വിവരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. എഗസ്കേൽ 28:16. വ്യാപാരം എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സാത്താൻ ദുഷിച്ച പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കുന്നു. പിശാച് ദൈവത്തോട് അനീതി ആരോപിച്ച ഒരു ദൂഷകനായിരുന്നു. ഹവ്വ സാത്താന്റെ കുതന്ത്രത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ നിയമം അനുസരിക്കാതിരിക്കുകയും ചെയ്തു. ഇത് മനുഷ്യരാശിയെ പാപത്തിലേക്ക് നയിക്കുകയും ഏദൻ പർദീസിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെടുകയും മരണം മനുഷ്യ ജീവിതങ്ങളിൽ കടന്നു വരികയും ചെയ്തു. ആദാമിനും ഹവ്വയ്ക്കുമായി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ച ലോകത്തിന്റെ ആധിപത്യത്തിന് മുകളിൽ ഈ ലോകത്തിന്റെ അധിപൻ യോഹന്നാൻ 14:30 എന്ന നിലയിൽ ആധിപത്യം അവകാശപ്പെടാൻ ഈ വഞ്ചന സാത്താന് ധൈര്യം നൽകി. അത് മനുഷ്യ ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിക്കുകയും വീണുപോയ മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ യേശുവിന്റെ ത്യാഗം ആവശ്യമായി വരികയും ചെയ്തു. ഇത് പ്രയോഗത്തിൽ വരുത്തുക മറ്റുള്ളവരെ വിശ്വസിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് വഞ്ചന പരിശീലിച്ചവർ പൊതുവെ വിജയിക്കുന്നതായി കാണുന്നു. ഏറ്റവും ശരിയായിരിക്കാൻ ഏറ്റവും നല്ലത് ആരെങ്കിലും നമ്മെ കാണിച്ചു തന്നാൽ ആ ദാനം സ്വീകരിക്കുക. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അതായത് സാത്താൻ ഏദൻ പർദീസയിലായിരിക്കുന്ന ഹവ്വായോട് വന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അതെ അവിടെ പറയുന്നത്, അവൾ വൃക്ഷഫലം നോക്കി കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട വൃക്ഷഫലം പറിച്ചു തിന്നു എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യുന്നുള്ളതായ വഞ്ചനാപരമായ വാക്ക് കേട്ട ആ സ്ത്രീയുടെ ഹൃദയം ഒരു നിമിഷം
വല്ലാത്ത ആപത്തിൽ ചെന്ന് പതിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ഇന്ന് പകൽക്കാലം ഓർക്കുക, വഞ്ചനാപരമായ ആരോപണങ്ങൾ കൊണ്ട് സാത്താനിക ശക്തികൾ നമ്മെ വേട്ടയാടുവാൻ കടന്നു വരുമ്പോൾ ആ വാക്കുകളിൽ കുടുങ്ങി നശിക്കാതെ നിത്യതയുടെ അവകാശികളായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് വേണ്ടതായ നല്ല ആശ്വാസവും അനുഗ്രഹവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് തങ്ങളുടെ ജന്മദിനം അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ട ബേബി ചെല്ലപ്പൻ പത്തനംതിട്ട സഭാവിശ്വാസിയാണ്. അതോടൊപ്പം തന്നെ അടൂർ സഭാവിശ്വാസിയായിരിക്കുന്ന ഷാജു അലക്സാണ്ടർ, ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായി സ്വർഗത്തിലെ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേകർ ഭവനരഹിതരായിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ആയിരിക്കുന്നു. അനേകർ അനേക വിഷയങ്ങളിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. വിദേശങ്ങളിൽ പോകാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ പല പ്രിയപ്പെട്ടവരും കാത്തിരുന്നു. പണം കൊടുത്ത് അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തെങ്കിലും ഇന്നുവരെയും തിരിച്ചു പോകുവാൻ കഴിയാതെ നാട്ടിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അനേക വഞ്ചനകൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്. അനേക വഞ്ചനകളുടെ കൊടും ചതിയിൽ മനുഷ്യൻ വീണു പോകുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് തങ്ങളുടെ ജന്മദിനം അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. അവരുടെ ആയുഷ്കാലം ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ സഹായിക്കണം. അവരുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ ദൈവമക്കൾക്കുമായി സ്തോത്രം. ശ്രേഷ്ഠമേറിയ പദവികൾ ചെയ്തെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. വചനം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തില് ഏറ്റവും താഴ്മേടികൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവ് ഈ പ്രഭാതവേളയിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം കേട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജന്മദിനം അനുസ്മരിക്കുന്ന സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.